പക്ഷെ അപ്പോഴും ഒരു സംശയം ചോദിക്കട്ടെ, അതായത് കോൺഗ്രസ് പോലെ ഒരു പാർട്ടി വളരെ ശക്തമായിട്ട് ആ പ്രദേശത്തുള്ളപ്പോൾ നമ്മൾ RSSലേക്ക് പോകണമോ അതോ വളരെ ശക്തമായ ഒരു പാർട്ടിയിലേക്ക് പോകണമോ, അങ്ങനെ ഒരു ചാഞ്ചാട്ടം എപ്പോഴെങ്കിലും ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? ഇല്ലില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല എൻ്റെ അച്ഛൻ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. എന്നിട്ട് പോലും ആ ഭാഗത്ത് പോകാതെ ഈ കുഞ്ഞുനാളിൽ തന്നെ RSSൻ്റെ ശാഖയിൽ പോയപ്പോൾ ഒരു രാഷ്ട്രസ്നേഹത്തിൻ്റെ, ദേശസ്നേഹത്തിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അതിൻ്റെ ഒരു ജ്വാല അതിൻ്റെ കുഞ്ഞുനാളിൽ തന്നെ നമ്മളൊക്കെ മനസ്സിലുണ്ടായിരുന്നു. ആ രാഷ്ട്രസ്നേഹം, രാജ്യസ്നേഹം, ദേശാഭിമാന ബോധം, ഇതൊക്കെയാണ് RSSൻ്റെ ശാഖയിൽ കളിയിലൂടെയും കഥകളിലൂടെയും എല്ലാറ്റിലൂടെയും കിട്ടുന്നത്. അതാണ് നമ്മുടെ ജീവിതത്തെ മോൾഡ് ചെയ്തത്. അപ്പൊ കോൺഗ്രസ് നേതാവായ അച്ഛനും ഒരു BJP ചായ്വുള്ള മകനും തമ്മിൽ രാഷ്ട്രീയ സംഘടനകളോ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛൻ്റെ അച്ഛൻ അധ്യാപകരായിരുന്നു. അച്ഛൻ്റെ സ്ഥലമായിട്ടുള്ള കോഴിക്കോട് ജില്ലയിലെ നാദാപുരം വളയത്തായിരുന്നു. ഞാൻ പഠിച്ചിരുന്നത് എൻ്റെ അമ്മയുടെ സ്ഥലമായിട്ടുള്ള കണ്ണൂർ ജില്ലയിലെ പാനൂർ, ഈ സംഘർഷ ഭൂമിയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും മറ്റൊരു പാർട്ടി അങ്ങനെ കോൺഗ്രസിലേക്ക് പോകേണ്ടി വന്നില്ല എന്ന് മാത്രമല്ല, ഇതിനു വേണ്ടി ഉറച്ചു നിൽക്കാനും ഇതിനെതിരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അക്രമത്തിനെതിരെ അതിനെതിരെ ഒരു ഫൈറ്റ് ചെയ്യാനും, അതായത് ആശയപരമായി ഫൈറ്റിംഗ് നടത്താനുമുള്ള പ്രേരണയാണ് നമുക്ക്